ആഗോള എണ്ണവ്യാപാരത്തിന്റെ ജീവനാഡിയായ ഹോർമുസ് കടലിടുക്കിൽ വീണ്ടും യുദ്ധഭീതിയുടെ നിഴൽ വീണിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രൊജക്ട് ഫ്രീഡം പ്രഖ്യാപനത്തിനു പിന്നാലെ തങ്ങളുടെ പരമാധികാരം ചോദ്യം ചെയ്യാൻ വന്ന അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഇറാൻ മിസൈലുകൾ വിക്ഷേപിച്ച വാർത്ത അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. ഇത് വെറുമൊരു സൈനിക നീക്കമല്ല, മറിച്ച് പശ്ചിമേഷ്യയിലെ തങ്ങളുടെ മേൽക്കോയ്മ അംഗീകരിക്കാത്തവർക്കുള്ള ഇറാന്റെ ശക്തമായ താക്കീതാണ്. ഹോർമുസ് കടലിടുക്ക് വെറുമൊരു ജലപാതയല്ല, അത് ഇറാന്റെ അഭിമാനമാണ്. പതിറ്റാണ്ടുകളായി ഈ മേഖലയിലെ സുരക്ഷാ ചുമതല വഹിക്കുന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് തങ്ങളുടെ അതിർത്തിക്കടുത്ത് വിദേശ സൈന്യത്തിന്റെ സാന്നിധ്യം ഒരിക്കലും അനുവദിക്കില്ലെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുന്നു. ഇറാന്റെ മുന്നറിയിപ്പുകൾ അവഗണിച്ച് മുന്നേറാൻ ശ്രമിച്ച അമേരിക്കൻ നാവികസേനയുടെ കപ്പലുകൾക്ക് നേരെ ജാസ്ക് ദ്വീപിനടുത്തുവെച്ച് 2 മിസൈലുകൾ വിക്ഷേപിച്ചതോടെ മേഖലയിൽ കളി മാറിയിരിക്കുന്നു. ഹോർമുസ് കടലിടുക്കിന്റെ മാനേജ്മെന്റ് ഞങ്ങളുടെ കൈകളിലാണ്, അത് ലംഘിക്കുന്ന ഏതൊരു ശക്തിയും കനത്ത വില നൽകേണ്ടിവരും എന്ന് IRGC വക്താവ് സർദാർ മൊഹേബിയുടെ വാക്കുകൾ ടെഹ്റാന്റെ ഉറച്ച നിലപാടാണ് വ്യക്തമാക്കുന്നത്. സിവിലിയൻ കപ്പലുകൾക്കും വാണിജ്യ കപ്പലുകൾക്കും സുരക്ഷിതമായ പാതയൊരുക്കുമ്പോൾ തന്നെ സൈനികമായ കടന്നുകയറ്റങ്ങളെ ഉരുക്കുമുഷ്ടികൊണ്ട് നേരിടുമെന്നാണ് ഇറാൻ പ്രഖ്യാപിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പ്രൊജക്ട് ഫ്രീഡം യഥാർത്ഥത്തിൽ സമുദ്രസ്വാതന്ത്ര്യത്തിനായുള്ള നീക്കമാണോ അതോ മേഖലയിൽ അശാന്തി വിതയ്ക്കാനുള്ള തന്ത്രമാണോ എന്ന ചോദ്യം ഉയരുന്നു. 15,000 സൈനികരെയും 100-ലധികം വിമാനങ്ങളെയും വിന്യസിച്ചുകൊണ്ട് ഇറാനിയൻ തീരത്തിന് തൊട്ടടുത്ത് സൈനികാഭ്യാസം നടത്തുന്നത് ആത്മഹത്യാപരമായ നീക്കമാണെന്ന് ഇറാൻ വിലയിരുത്തുന്നു. തങ്ങളുടെ സമുദ്രാതിർത്തിക്കുള്ളിൽ ആരു വരണമെന്നും പോകണമെന്നും തീരുമാനിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്ന് ഇറാൻ വാദിക്കുന്നു. അന്താരാഷ്ട്ര നിയമങ്ങളെ അമേരിക്ക തങ്ങൾക്കനുകൂലമായി വ്യാഖ്യാനിക്കുമ്പോൾ സ്വന്തം മണ്ണും വെള്ളവും സംരക്ഷിക്കാൻ ഇറാൻ നടത്തുന്ന നീക്കങ്ങൾ സ്വാഭാവികമായ പ്രതിരോധം മാത്രമാണ്. ഫാർസ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്ത പ്രകാരം ഇറാന്റെ മിസൈൽ സാങ്കേതികവിദ്യ ഇന്ന് ലോകത്തിലെ തന്നെ അത്യാധുനികമായ ഒന്നാണ്. ദീർഘദൂര മിസൈലുകളും അതിവേഗ ഡ്രോണുകളും ഉപയോഗിച്ച് ഏത് നിമിഷവും ശത്രുവിനെ തകർക്കാൻ ഇറാൻ പ്രാപ്തമാണ്. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ലക്ഷ്യമാക്കി വിക്ഷേപിച്ച മിസൈലുകൾ ഒരു വലിയ യുദ്ധത്തിന്റെ തുടക്കമാണോ അതോ അമേരിക്കയെ പിന്തിരിപ്പിക്കാനുള്ള കൃത്യമായ മുന്നറിയിപ്പാണോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്ന് ഇറാൻ ആവർത്തിച്ചുമ്പോഴും തങ്ങളുടെ താൽപ്പര്യങ്ങൾ ബലികഴിക്കാൻ അവർ തയ്യാറല്ല. ഹോർമുസിന്റെ സമുദ്രഭരണത്തിൽ ഇടപെടുന്നത് വെടിനിർത്തൽ ലംഘനമായി കണക്കാക്കും എന്ന ട്രംപിനുള്ള മുന്നറിയിപ്പ് ഇറാന്റെ ആത്മവിശ്വാസമാണ് കാണിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലെ അസ്ഥിരത ലോകവിപണിയെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. ആഗോളതലത്തിൽ വിതരണം ചെയ്യപ്പെടുന്ന ക്രൂഡ് ഓയിലിന്റെ 1/3 ഈ ഇടുങ്ങിയ പാതയിലൂടെയാണ് കടന്നുപോകുന്നത്. ഷിപ്പിംഗ് കമ്പനികൾക്കും ഇൻഷുറൻസ് ഏജൻസികൾക്കും IRGC നൽകിയ നിർദ്ദേശം വ്യക്തമാണ്: ഇറാൻ നിശ്ചയിച്ചിട്ടുള്ള പ്രോട്ടോക്കോളുകൾ പാലിക്കുക, സുരക്ഷിതമായി യാത്ര ചെയ്യുക. ഇതിനെ വെല്ലുവിളിക്കാനുള്ള അമേരിക്കയുടെ ശ്രമം ആഗോള ഇന്ധനവില കുതിച്ചുയരാൻ കാരണമാകും. ഈ സാഹചര്യത്തിൽ ലോകരാജ്യങ്ങൾ ഇറാന്റെ ന്യായമായ ആശങ്കകൾ കേൾക്കാൻ തയ്യാറാകണമെന്ന വാദവും ശക്തമാണ്. മേഖലയിലെ സമാധാനം നിലനിർത്താൻ ഇറാൻ എപ്പോഴും പ്രതിജ്ഞബദ്ധമാണ്. എന്നാൽ ആ സമാധാനം വിദേശ ശക്തികളുടെ ഭീഷണിക്ക് കീഴിലാവരുത് എന്ന് നിർബന്ധം അവർക്കുണ്ട്. ഹോർമുസിലെ മിസൈൽ വിക്ഷേപണം ഒരു സന്ദേശമാണ്. തങ്ങളുടെ പരമാധികാരത്തിനു നേരെ നീളുന്ന ഏത് കൈയും തകർക്കാൻ ഇറാൻ സജ്ജമാണ്. അമേരിക്കയുടെ പ്രൊജക്ട് ഫ്രീഡം പരാജയപ്പെടുമോ അതോ ഒരു വലിയ സംഘർഷത്തിലേക്ക് ലോകത്തെ നയിക്കുമോ എന്നത് ഇനി വരാനിരിക്കുന്ന മണിക്കൂറുകൾ തീരുമാനിക്കും.